ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. മതി, വളരെ നന്ദി. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാമോ? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കരം ഉയർത്തിച്ചത് ആ കൂട്ടത്തിൽ നിങ്ങളുടെ മുഖം കൊണ്ടൊന്ന് നിവരാനാണ്. അതുകൊണ്ട് ഇനി ആരും വേദപുസ്തകം തിരിച്ചു മറിച്ച് വായിച്ചു കൊണ്ടിരിക്കരുത്. വളരെ ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കുക. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി വായിച്ചു കേട്ടത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പൗലോസ്ലീഹ എഴുതാൻ ഒരു പശ്ചാത്തലമുണ്ട്. അത് ഓടിച്ചൊന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരാം. പുരാതന കാലത്ത് നമ്മുടെ ചെന്നൈ പോലെ, ബാംഗ്ലൂർ പോലെ, മുംബൈ പോലെ ഒരു മഹാനഗരമായിരുന്നു കൊരിന്ത്. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള മനുഷ്യർ ഒരുമിച്ച് പാർത്തിരുന്ന മനോഹരമായ ബൃഹത്തായ ഒരു പട്ടണം. ആ പട്ടണത്തിൻ്റെ അകത്ത് നിന്ന് ധാരാളം പേർ ഈ സത്യദൈവകൃപയിലേക്ക് വന്നു. അത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. അങ്ങനെ ദൈവകൃപയിൽ വന്ന് ഒരു കൃപാവരങ്ങളിലും കുറവില്ലാതെ വചനത്തിൻ്റെ നിറവിലും തിറവിലും ദൈവത്തെ സേവിച്ചു കൊണ്ടിരുന്ന ആ സഭയ്ക്കകത്ത് ചില ദൈവമക്കളുടെ ഇടയിൽ ഒരാശയക്കുഴപ്പമുണ്ടായി. ആശയക്കുഴപ്പമുണ്ടാകാൻ ഉള്ള കാരണം ഒന്ന് സൂചിപ്പിക്കാം. അന്ന് ആ സഭയ്ക്കകത്തുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം ദൈവമക്കൾ യവനായ പശ്ചാത്തലത്തിൽ നിന്ന്, ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് വന്നവരാണ്. അവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവർ കേട്ടിരുന്ന, അവർ പഠിച്ചിരുന്ന തത്വചിന്ത എന്ന് പറയുന്നത് യവനായ തത്വചിന്ത. എപ്പിക്കൂര്യർ, സ്റ്റോയിക്കർ എന്ന 2 തത്വചിന്താഗതിക്കാരാണ് അന്ന് യവനായരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വിശ്വപ്രസിദ്ധമായ അഥേനയിൽ അരയോപക കുന്നിന്മേലുള്ള പൗലോസ്ലീഹായുടെ പ്രസംഗം, ആ പ്രസംഗത്തോട് എതിർത്ത് നിന്ന് 2 ഗ്രൂപ്പിനെ തിരുവെടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. എപ്പിക്കൂര്യരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികൾ പൗലോസിനോട് തർക്കിക്കുകയാണ്. അപ്പം മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എപ്പിക്കൂര്യരുടെയും സ്റ്റോയിക്കരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ആ പഠിപ്പിക്കലുകൾ ഇതായിരുന്നു. എപ്പിക്കൂര്യര് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നില്ല. അവർ പഠിപ്പിച്ചിരുന്നത് മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമില്ല, മരണത്തിനപ്പുറത്ത് വല്ലതും ആസ്വദിക്കാം എന്നൊക്കെ വെച്ചാൽ അത് മിഥ്യാധാരണയാണ്. കണ്ണടയുന്നതിന് മുമ്പ് മാത്രമേ വല്ലതുമൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇതാണ്: മരണത്തിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ് ഈ ജീവിതം. അതുകൊണ്ട് മരണത്തിനപ്പുറത്ത് വല്ലതും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ആസ്വദിക്കാവുന്നതെല്ലാം ആസ്വദിക്കുക, അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിക്കുക. മരണം കൊണ്ടെല്ലാം തീർന്നു. അതായിരുന്നു എപ്പിക്കൂര്യരുടെ ചിന്താഗതി. 2 സ്റ്റോയിക്കർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നത് മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. പക്ഷേ ആ ജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞത് മരണശേഷം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ ലയിച്ചു മാറുകയാണ്. ഏകദേശം നമ്മുടെ ഭാരതീയ തത്വചിന്തയോട് ഏകീഭവിക്കുന്നതാണ് അവരുടെ ചിന്തയും. ഒരു ബക്കറ്റിലെ വെള്ളം സമുദ്രത്തിലെ വെള്ളത്തിൽ ഒഴിച്ചാൽ ബക്കറ്റിലെ വെള്ളം സമുദ്രത്തിലെ വെള്ളത്തിൽ ലയിച്ചു മാറുന്നത് പോലെ സമുദ്രത്തിലെ വെള്ളമേത് പിന്നെ ബക്കറ്റിലെ വെള്ളമേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തതുപോലെ മരണത്താൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ ലയിച്ചു തീരുന്നു. അതായിരുന്നു സ്റ്റോയിക്കരുടെ പഠിപ്പിക്കലുകൾ. അപ്പോൾ ഈ എപ്പിക്കൂര്യൻ, സ്റ്റോയിക്ക് തത്വചിന്താഗതികളിൽ വിശ്വസിച്ച് മുന്നേറിക്കൊണ്ടിരുന്നവരാണ് സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നത്. അത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. രണ്ടാമത്തേത് യഹൂദ മത പശ്ചാത്തലത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് വന്നവരാണ്. യഹൂദ മത പശ്ചാത്തലത്തിലെ ഒരു വിഭാഗമായിരുന്നു സാദൂക്യരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിച്ചവർ ആയിരുന്നില്ല.
പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സാദൂക്യരിലും ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ സാദൂക്യൻ ആശയഗതിയിൽ നിന്നും എപ്പിക്കൂരിയൻ സ്റ്റോയിക്ക് തത്വ ചിന്താഗതിയിൽ നിന്നും ദൈവകൃപയിലേക്ക് വന്ന ഈ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന ദൈവമക്കളിൽ ചിലരിൽ കാലമേറെ മുൻപോട്ട് ചെന്നപ്പോൾ ആ പഴയ ചിന്താഗതികൾ വീണ്ടും ഉടലെടുത്തു. മനുഷ്യൻ മരിച്ചിട്ട് നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് അവർ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അസംഭവ്യമാണ്. അത് യുക്തിഭദ്രമല്ല, അത് അസംഭവ്യം, അതൊരിക്കലും നടക്കാൻ സാധ്യതയുള്ളതല്ലെന്ന് ഈ പുറത്തുള്ളവരല്ല, ദൈവകൃപയിലേക്ക് വന്ന കൊരിന്ത്യ സഭയിലുള്ള ദൈവമക്കളിൽ ചിലർക്ക് തോന്നി തുടങ്ങി. നിങ്ങൾക്കത് തെളിയിച്ചു തരാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൊരിന്ത്യർ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെയെന്ന് ആശ്ചര്യ പരതന്ത്രനായി പൗലോസ് ചോദിക്കുകയാണ്. കാരണം അകത്തുള്ളവരല്ല, കൊരിന്ത്യ സഭയ്ക്കകത്തുള്ള ദൈവമക്കളിൽ ചിലർ പറയുകയാണ്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കില്ല, മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമില്ല, എല്ലാം കണ്ണ് തിരുമി അടയ്ക്കുന്നതോടുകൂടെ തീരുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ആശയക്കുഴപ്പത്തിലായ ദൈവമക്കളെ, വിശ്വാസ സമൂഹത്തെ, മരണത്തിനപ്പുറത്ത്, കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, ഈ മണ്ണിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്ത് അവരകപ്പെട്ടിരിക്കുന്ന ആശയക്കുഴപ്പത്തിൽ നിന്ന് അവരെ മടക്കി വരുത്താനാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് അശ്രാന്ത പരിശ്രമം നടത്തുന്നത്. അതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയം. പൗലോസ് പറയുന്ന പദം ശ്രദ്ധിക്കുക, 12-ാമത്തെ വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? ഇപ്പൊ പൗലോസ് പറയുകയാണ്, ഞാനാകട്ടെ, അപ്പോസ്തലന്മാരാരും ആകട്ടെ, ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്നത് ഒരൊറ്റ വിഷയമാണ്: യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. കൊരിന്ത് വിശ്വാസികളോട് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ ഈ മരിച്ചവർ ഉയർക്കാതിരിക്കണമെങ്കിൽ, ഒരു നിത്യത ഇല്ലാതിരിക്കണമെങ്കിൽ, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കണമെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കണം. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് 100% ഉറപ്പാണെങ്കിൽ മാത്രമേ മരിച്ചവർ ഉയർക്കൂ എന്ന് ഉറപ്പാവുകയുള്ളൂ. മണ്ണിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് വ്യക്തമാകപ്പെടുകയുള്ളൂ. അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അതുകൊണ്ട് ഒരു താത്വികനെ പോലെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന മഹാസത്യത്തെ ധന്യനായ പൗലോസ്ലീഗ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം പൗലോസ് ചോദിക്കുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ ഒന്നാമത്തെ തെളിവ് കൊരിന്ത് സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ കേട്ട സുവിശേഷമെന്ന് ഓർമ്മിച്ചു നോക്കിക്കേ. 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും
നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്രതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? കൊരിന്തു പട്ടണത്തിൽ കർത്താവിന്റെ വേലയിൽ പൗലോസ് വ്യാപൃതനായിരിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറയുന്നു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് വലിയൊരു കൂട്ടം ജനമുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ അന്ന് പ്രസംഗിച്ച ആ സുവിശേഷമുണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ എന്തെങ്കിലും വെറുതെ കേട്ടിട്ട് വന്നതല്ലല്ലോ. ഞാൻ നിങ്ങളോട് സുവിശേഷം സുവ്യക്തമായി പറഞ്ഞില്ലേ? ആ സുവിശേഷമല്ലേ നിങ്ങൾ കൈക്കൊണ്ടത്? ആ സുവിശേഷമല്ലേ നിങ്ങൾ വിശ്വസിച്ചത്? ആ സുവിശേഷത്തിലല്ലേ നിൽക്കുന്നത്? ആ സുവിശേഷമല്ലേ നിങ്ങൾ പിടിച്ചുകൊണ്ടത്? അപ്പം നിങ്ങൾ കേട്ടത്, നിങ്ങൾ കൈക്കൊണ്ടത്, നിങ്ങൾ വിശ്വസിച്ചത്, നിങ്ങൾ നിലനിൽക്കുന്നതുമായ ആ സുവിശേഷം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ എന്ത് കേട്ടിട്ടാ രക്ഷിക്കപ്പെട്ടത്? ഞാൻ നിങ്ങളോട് എന്താ പ്രസംഗിച്ചത്? 2 തിമോത്തിയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി, കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഞാൻ നിങ്ങളോട് എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ എന്താ കേട്ടത്? നിങ്ങൾ എന്താ കൈക്കൊണ്ടത്? നിങ്ങൾ എന്താ വിശ്വസിച്ചത്? നിങ്ങൾ ഏതു സുവിശേഷത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ കേട്ട സുവിശേഷം, ഞാൻ പ്രസംഗിച്ച സുവിശേഷം, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം, നിങ്ങൾ നിലനിൽക്കുന്ന സുവിശേഷം, ആ സുവിശേഷം ഇതാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. അല്ല, നിങ്ങൾ ഏറ്റുപറഞ്ഞ ആ വിശ്വാസവാചകമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞ്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്തു പറഞ്ഞിട്ടാ രക്ഷിക്കപ്പെട്ടത്? യേശു കർത്താവാണെന്ന് എന്തു വിശ്വസിച്ചപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയപൂർവം വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് സുവിശേഷമാണ്. ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം, നിങ്ങൾ കേട്ട സുവിശേഷം, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം, നിങ്ങൾ നിലനിൽക്കുന്ന സുവിശേഷം. അതരം തുറന്ന് ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം ഭാഗത്തോട് ഞാൻ വിട പറയുന്നു. സുവിശേഷമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ 1-ാമത്തെ തെളിവ്. UPF-ൻ്റെതായതുകൊണ്ട് ചെറുതായിട്ടൊന്നും പറയുകയാണ്. ഇന്നിപ്പോ സുവിശേഷ യോഗം ഒന്ന് പേരേ ഉള്ളൂ, സുവിശേഷം പറയപ്പെടുന്നില്ല. പക്ഷെ ഏത് കാലഘട്ടത്തിലും നമുക്ക് പറയാനുള്ളത് ഇതും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പൗലോസിന്റെ തെളിവിലേക്ക് വരികയാണ്. 2-ാമത്തെ തെളിവ് വിശുദ്ധ തിരുവെഴുത്താണ്. 3-4 വാക്യങ്ങൾ വായിച്ചോളൂ. 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. യേശു ക്രിസ്തുവിന്റെ അടക്കം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല.
യേശുക്രിസ്തുവിന്റെ മരണം നടക്കുന്നതിന്, യേശുക്രിസ്തുവിന്റെ അടക്കം നടക്കുന്നതിന്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ ആ മരണം എങ്ങനെയായിരിക്കുമെന്ന്, ആ അടക്കം എങ്ങനെയായിരിക്കുമെന്ന്, മരണത്തെ തോൽപ്പിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് സുവ്യക്തമായി രേഖപ്പെടുത്തി. അവൻ ജനിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്, അടക്കപ്പെടുന്നതിന് മുമ്പ്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ അത് കൃത്യമായി പ്രവചിക്കപ്പെടുകയും പ്രവചിക്കപ്പെട്ടതുപോലെ മരിച്ച്, പ്രവചിക്കപ്പെട്ടതുപോലെ അടക്കപ്പെട്ട്, പ്രവചിക്കപ്പെട്ടതുപോലെ ഉയർത്തെഴുന്നേറ്റ മഹാവ്യക്തി പ്രഭാവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആ 3 കാര്യങ്ങളൊന്ന് തെളിയിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. യേശുക്രിസ്തുവിന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന്, അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് പിറകിൽ വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രവചിച്ചു വെച്ചിരുന്നു. 22-ാം സങ്കീർത്തനം എടുക്കുക, അതിന്റെ 16-17 വാക്യങ്ങൾ. 22-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ ചുറ്റും വളഞ്ഞു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളെയൊക്കെ എനിക്ക് എണ്ണാം. വളരെ നന്ദി ദേവദാസനെ, വളരെ നന്ദി. ശ്രദ്ധിക്കുക, 22-ാം സങ്കീർത്തനം എഴുതുന്നത് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവും മധുര ഗായകനും അനുഗ്രഹീത ഗാനരചയിതാവും ഗായകനുമൊക്കെയായ ദാവീദാണ്. ആ ദാവീദ് 22-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. ദാവീദിന്റെ ജീവിതം മുഴുവൻ നിങ്ങൾ എടുത്തു പരിശോധിച്ചോളൂ. ദാവീദ് അനവധി കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ കൈകാലുകളിൽ ആണി അടിക്കപ്പെടുകയോ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യുന്ന തൂങ്ങി മരണത്തിന് ദാവീദ് വിധേയനായിട്ടില്ല. ദാവീദിന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രായാധിക്യം നിമിത്തം ശാരീരിക ക്ഷീണിതനായി ഒരു സ്വാഭാവിക മരണമാണ് ദാവീദിനുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദ് എന്താ ഇവിടെ പറയുന്നത്? അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണ. ദാവീദിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ അത് നടന്നിട്ടില്ല. പിന്നെ ദാവീദ് ആരെ കുറിച്ചാ പറയുക? അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം വായിക്കേണ്ട 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദാവീദ് ഒരു രാജാവ് മാത്രമല്ല, ഗായകൻ മാത്രമല്ല, ഗാനരചയിതാവ് മാത്രമല്ല, പിന്നെ അദ്ദേഹം ആരാണ്? ഒരു പ്രവാചകനും കൂടെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ പറയുന്നു, ദാവീദ് ഒരു പ്രവാചകനാകയാൽ. അപ്പൊ പ്രവാചകനായ ദാവീദ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുകയാണ്. എന്താ പ്രവചിക്കുന്നത്? അദ്ദേഹത്തിന് കിട്ടുന്ന മരണം എങ്ങനെയുള്ള മരണമാണ്? കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള മരണമാണ്. അങ്ങനൊരു മരണത്തെ കുറിച്ച് ദാവീദ് പ്രവചിക്കുമ്പോൾ ക്രൂശ് മരണം എന്താണെന്ന് അദ്ദേഹത്തിന് ഊഹം പോലുമില്ല. കാരണം അന്നോ അതിനു മുമ്പോ ലോക ചരിത്രത്തിൽ ക്രൂശ് മരണം ഉണ്ടായിട്ടേ ഇല്ല. സന്തോഷത്തോടെ ഞാനൊരു കാര്യമൊന്ന് സ്തോത്രം ചെയ്ത് പറയാം. ദാവീദ് ഇത് പ്രവചിച്ച കാലത്താണ് യേശുക്രിസ്തു മാനവവർഗത്തിന്റെ പാപപരിഹാരത്തിനായി മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശു കർത്താവിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ശിക്ഷ കല്ലേറിട്ടുള്ള മരണമാണ്. കാരണം ന്യായപ്രമാണം അനുസരിച്ച് കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് പതിവ്. ഒന്നാം ലോക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ കാലത്ത് യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നെങ്കിൽ യേശു കർത്താവിന് കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ തീച്ചൂളയിലേക്ക് എറിയപ്പെടുകയാണ്. ശദ്രക്കും മേശക്ക അബേദ്നെഗോവിനെ ബാബിലോണിയ സാമ്രാജ്യം തീച്ചൂളയിലേക്ക് എറിയുകയായിരുന്നു. അതായിരുന്നു കുറ്റവാളി
കുറ്റവാളികൾക്ക് അവർ കരുതിയിരുന്ന ശിക്ഷ. രണ്ടാം ലോക സാമ്രാജ്യമായ മെത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ശിക്ഷ വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുകയായിരുന്നു. ദാനിയേലിനെ ആ സാമ്രാജ്യം സിംഹക്കൂട്ടിലേക്ക് എറിയുകയായിരുന്നു. അതായിരുന്നു മെത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് കുറ്റവാളികൾക്ക് കൊടുത്തിരുന്ന കടുത്ത ശിക്ഷ. മൂന്നാം ലോക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്ത് യേശു കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ വിഷദ്രാവകം കൊടുത്തു കൊല്ലുകയായിരുന്നു. കാരണം സോക്രട്ടീസിനെയൊക്കെ നമുക്കറിയാം, വിഷദ്രാവകം കൊടുത്തു കൊല്ലുകയായിരുന്നു. ഗ്രീക്കുകാരുടെ ഇടയിൽ സജീവമായി ഉണ്ടായിരുന്ന ശിക്ഷാക്രമീകരണം അതാണ്. റോമക്കാരുടെ കാലത്ത്, ആരംഭകാലത്തൊക്കെ ഉണ്ടായിരുന്നത് ശിക്ഷാക്രമീകരണം എന്ന് പറയുന്നത് ശിരച്ഛേദമാണ്, തലവെട്ടുക, കുറ്റവാളികളുടെ തലവെട്ടിക്കൊല്ലുക. അതായിരുന്നു റോമക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ കാലത്തിന് ശേഷം, അടുത്ത ഞാൻ പിന്നീട് പറയാം, റോമക്കാരുടെ കാലത്ത് ഈ ക്രൂശ് മരണം സാർവത്രികമായി നിലവിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ പ്രവചനം ദാവീദ് പ്രവചിച്ച് ഏകദേശം 400 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ BC 600-ലാണ് ഫൊയ്നീക്യരുടെ ഇടയിൽ പ്രാകൃതമായ ഈ ശിക്ഷാക്രമീകരണം ആരംഭിച്ചത്. അത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ക്രൂരന്മാരായ കുറ്റവാളികൾക്ക് ഫൊയ്നീക്യരുടെ ഇടയിൽ പ്രാകൃതമായി കൊടുത്തിരുന്ന ഒരു ശിക്ഷാക്രമീകരണം. അതിങ്ങനെ വ്യാപിച്ച് പിന്നീട് ഞാനത് വ്യക്തമാക്കാം, റോമക്കാരുടെ ഇടയിലേക്ക് വരികയായിരുന്നു. ഇനി റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് യേശു ക്രിസ്തുവിനെ യഹൂദ മതമണ്ഡലം വിസ്തരിക്കുക. യഹൂദ മതമണ്ഡലം വിസ്തരിക്കുന്നതിന് തൊട്ടു മുൻപ് അവർക്കുണ്ടായിരുന്ന ഒരു കുറ്റവാളിക്ക്, ആ മതകോടതിക്ക് വധശിക്ഷയ്ക്കുള്ള അംഗീകാരം ഉണ്ടായിരുന്നു അതുവരെ. പക്ഷേ റോമൻ സാമ്രാജ്യം അത് റദ്ദാക്കി. യഹൂദ സന്നിധിയും സംഘത്തിന് കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യം നിയമം മൂലം ആ നിയമം എടുത്തു മാറ്റി. അങ്ങനെ അത് ക്യാൻസലാക്കപ്പെട്ടു. പീലാത്തോസ് യഹൂദ മതകോടതിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ന്യായപ്രമാണമനുസരിച്ചാണ് യേശുവിനെ വിസ്തരിക്കാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എന്തിനാണ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾക്ക് ശിക്ഷ കൊടുത്തുകൂടെ? അതിന് അവന് പറയുന്ന മറുപടി, വധശിക്ഷയ്ക്കുള്ള അംഗീകാരം, കൊല്ലാനുള്ള അംഗീകാരം ഞങ്ങൾക്കില്ലല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നതിന് തൊട്ടു മുമ്പ് സന്നിധിയും സംഘത്തിൽ നിന്ന് റോമ ഗവൺമെന്റ് അധികാരം എടുത്തു മാറ്റി. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ സന്നിധിയും സംഘത്തിന് യഹൂദ മതകോടതിക്ക് ആ അംഗീകാരം തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് ക്രൈസ്തവ പ്രഥമ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ യഹൂദ മതകോടതി കല്ലെറിഞ്ഞു കൊന്നെന്നാണ്. ശൗൽ എന്ന ബാല്യക്കാരന്റെ മുമ്പിൽ സാക്ഷികൾ അവരുടെ വസ്ത്രം വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എരുമേലിയിലുള്ള എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം നടക്കുന്നതിന് തൊട്ടു മുൻപ് യഹൂദ മതകോടതിയിൽ നിന്ന് കുറ്റവാളികൾക്കുള്ള വധശിക്ഷയുടെ അധികാരം എടുത്തു മാറ്റുകയും യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം നടന്ന ശേഷം യഹൂദ മതകോടതിക്ക് അംഗീകാരം തിരികെ ലഭിക്കുകയും ചെയ്തത് ഒരു യാദൃച്ഛികമല്ല. കാരണം യഹൂദ മതകോടതിക്ക് യേശുവിനെ കൊല്ലാനെന്ന അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പീലാത്തോസിന്റെ മുമ്പിലേക്ക് അവർ യേശുവിനെ ഇട്ടുകൊടുക്കുമായിരുന്നില്ല. ന്യായപ്രമാണം അനുസരിച്ച് യേശു കർത്താവിനെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് പിറകിൽ എൻ്റെ രക്ഷിതാവിന് കിട്ടാൻ പോകുന്ന മരണം കൈകാലുകളിൽ ആണിയടിച്ചുള്ള അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള ക്രൂശു മരണമാണെന്ന് തിരുവെഴുത്ത് 1000 വർഷങ്ങൾക്ക് പിറകിൽ കൃത്യമായി പ്രവചിച്ചെങ്കിൽ അപ്രവചിക്കപ്പെട്ട പ്രവചനം അതുപോലെ കൃത്യമായി നിവർത്തിച്ചു മരിച്ച യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുണ്ട്? കരമുയർത്തി അധരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരഞ്ഞൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ.
അടുത്ത ഒരു ചിന്ത കൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിക്കപ്പെടുന്നവരെ അതിക്രൂരമായി അടിക്കുന്നൊരു പതിവുണ്ടായിരുന്നു കേട്ടോ. ആ ക്രൂശിക്കപ്പെടുന്നവരെ എങ്ങനെ അടിക്കുക? ഒരു പ്രത്യേക ചിന്ത ഞാൻ പറയാം. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല. 2 2.5 അടി പൊക്കമുള്ള 2 തൂണുകൾ. ഈ 2.5 അടി പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏകദേശം ഇവിടം വരെ ഒന്ന് സങ്കല്പിക്കൂ. 2 2.5 അടി പൊക്കമുള്ള 2 തൂണുകൾ. ആ തൂണുകളിൽ ഓരോ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അടിക്കപ്പെടുന്നയാളെ അവിടെ കൊണ്ടുവന്ന് റാ പോലെ വളച്ചു നിർത്തും. യേശുക്രിസ്തുവിന്റെ കാര്യം നിങ്ങൾ എടുത്തു പരിശോധിച്ച് ആ 2 2.5 അടി പൊക്കമുള്ള ആ തൂണുകളിൽ ഓരോ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. എൻ്റെ രക്ഷിതാവിനെ അതിൻ്റെ നടുവിൽ റാ പോലെ വളച്ചു നിർത്തി. എന്നിട്ട് ആ ഇരുമ്പ് വളയങ്ങളോട് ചേർത്ത് കൈകൾ ബന്ധിച്ചു. എന്തിനാണ് ഇങ്ങനെ റാ പോലെ വളച്ചു നിർത്തി കൈകൾ ബന്ധിക്കുന്നത്? പുറം വിരിഞ്ഞു കിട്ടാനാണ്. അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പുറത്തേക്ക് വേണം അടിക്കാൻ. പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികളാണ് അങ്ങനെയുള്ളവരെ അടിക്കുക. യേശു കർത്താവിനെ അടിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികൾ മുൻപോട്ട് കടന്നു വന്നു. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള ചാട്ടവാർ, അതാണ് റോമൻ ചാട്ടവാർ. അടിക്കുമ്പോൾ അടിയുടെ ആക്കം കൂടാൻ ആ ചാട്ടവാറിൻ്റെ അറ്റത്ത് ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഒക്കെ ഘടിപ്പിക്കാറുണ്ട്. എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തെ ലക്ഷ്യമാക്കി പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാർ ആഞ്ഞെറിഞ്ഞു. എൻ്റെ രക്ഷിതാവിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന പുറത്തെ മാംസത്തിലേക്ക് എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഒക്കെ തുളഞ്ഞു കയറി. പടയാളി ആ ചാട്ടവാറ് വലിച്ചു മറിച്ചു പൊക്കി എടുക്കുകയായിരുന്നില്ല, നെടുനീളത്തിൽ താഴേക്ക് വലിച്ചു കൊണ്ടുവരികയായിരുന്നു. പല പ്രാവശ്യത്തെ അടി കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ പുറത്തേക്ക് നിങ്ങൾ നോക്കൂ. ആ ചാട്ടവാറുകൊണ്ട് പുറം ആ മാംസം കീറി തൂങ്ങി മറിയപ്പെട്ടു. ആ മാംസം ചാട്ടവാറുകൊണ്ട്, ഈയക്കൊളുത്തുകൾ കൊണ്ട്, എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ട്, മനുഷ്യാസ്ഥികൾ കൊണ്ട് കീറി മറിഞ്ഞ് തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ 1000 വർഷങ്ങൾക്ക് പിറകിൽ കൃത്യമായൊരു പ്രവചനം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. 129 സങ്കീർത്തനം അറിയാവുന്ന ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. 3-ാമത്തെ വാക്യം, അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവു ചാലുകളെ നീളത്തിൽ കീറി. അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവു ചാലുകളെ നീളത്തിൽ കീറി എന്ന തിരുവെഴുത്തു പോലെ എൻ്റെ രക്ഷിതാവിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന പുറത്തുകൂടെ റോമൻ ചാട്ടവാർ താഴേക്ക് നെടുനീളത്തിൽ കീറി മാംസം 2 സൈഡിലേക്ക് തൂങ്ങി മറിയപ്പെട്ടു. ആ മാംസത്തിന്റെ വിടവിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഊറി ഇറങ്ങി പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് തളം കെട്ടി കിടക്കുന്ന പരിശുദ്ധ രക്തത്തെ നമുക്ക് കാണാം. ഇന്ന് രാത്രി ഈ UPF-ന്റെ പ്രസിഡന്റ് ഉദ്ഘാടന സന്ദേശത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ, എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ ഗെത്സമനയുടെ തോട്ടത്തിലും ഗബദാ എന്ന കൽത്തളത്തിലും ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ആ തലയോടിടുമെന്ന ഗോൽഗോഥ മലയിലുമായി ഒഴുകപ്പെട്ട പരിശുദ്ധ രക്തമുണ്ടല്ലോ, ആ രക്തത്തിന് നിങ്ങളുടെ സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നേക്ക് ദൈവത്തിന് സ്തോത്രം, 2024 വർഷങ്ങൾക്ക് പിറകിൽ ഉഴുതുമറിയപ്പെട്ട എൻ്റെ രക്ഷിതാവിൻ്റെ മാംസത്തിന്റെ വിടവിലൂടെ ഊറി ഇറങ്ങി, ആമേൻ, പാഞ്ഞിറങ്ങി വന്ന് ആ പരിശുദ്ധ രക്തമുണ്ടല്ലോ, ആ രക്തത്തിന്റെ അകത്താണ് എന്റെയും നിങ്ങളുടെയും രോഗശാന്തി എൻ്റെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി അദ്ദേഹത്തിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി എരുമേലി
UPF കൺവെൻഷന്റെ പ്രഥമ രാത്രി യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തെയും ആ പവിത്ര നാമത്തെയും ഞാൻ വിളിച്ചു പറയുമ്പോൾ ആ രക്തത്തിന്റെ ശക്തിയാൽ, ആ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുത രോഗ ശാന്തി ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, അഭിഷക്തന്മാർ കരമടിച്ചാധാരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ സന്ധി മജ്ജകളിൽ, നമ്മുടെ രക്തധമനികളിൽ, നമ്മുടെ മാംസപേശികളിൽ, നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ, നമ്മുടെ ബാഹ്യ അവയവങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആ രക്തത്തിന്റെ ശക്തിയാൽ, ആ നാമത്തിന്റെ ശക്തിയാൽ രോഗത്തിന്റെ കടുംകെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. മരണശക്തികൾ ഈ രാത്രി കീഴടങ്ങട്ടെ. സകല പൈശാചിക ബന്ധനങ്ങളും ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അകത്ത് തിരിച്ചറിയുന്ന അഭിഷക്തന്മാർ, ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ആത്മനിറവോടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകൃപയ്ക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ചേർന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട്? കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. 2, യേശു ക്രിസ്തുവിന്റെ അടക്കം അതും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. എന്താണ് യേശു ക്രിസ്തുവിന്റെ അടക്കത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിലുള്ള പ്രവചനം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാം വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. മതി, വളരെ നന്ദി. യേശു ക്രിസ്തുവിന്റെ അടക്കത്തെ സംബന്ധിച്ച് ആ അടക്കം നടക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചക വരേണ്യനായ യെശയ്യാവ് പ്രവചനക്കുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ലോകം യേശു ക്രിസ്തുവിന് കൊടുക്കാൻ ഉദ്ദേശിച്ച അടക്കം ദുഷ്ടന്മാരോടുകൂടെയാണ്. പക്ഷെ ദൈവം പറഞ്ഞല്ല, അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെയാണ്. ഒരു സമ്പന്നനെ പോലെയാണ്. അധരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ശ്രദ്ധിക്കുക, ശാന്തമായി ശ്രദ്ധിക്കുക. സാഹചര്യത്തെ വിലയിരുത്തിയാൽ സ്വാഭാവികമായും ലോകം ചിന്തിച്ചതുപോലെയേ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം ലോകം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അടക്കം ദുഷ്ടന്മാരോടുകൂടെ ആയിരിക്കും. അതായത് ഒരു ദുഷ്ടനെ പോലെ ആയിരിക്കും. ഇനി ഞാൻ ക്രൂശ് മരണത്തിന്റെ ഒരു ചെറിയ ചിന്ത പറയാം. റോമൻ സാമ്രാജ്യത്തിൽ ആരെയാണ് അക്കാലത്ത് ക്രൂശിച്ചു കൊന്നിരുന്നത്? അതിക്രൂരന്മാരായ കുറ്റവാളികളെ, പ്രത്യേക അടിമകളിലെ ക്രൂരന്മാർ. യജമാനന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തുക, മക്കളെ മാനഭംഗപ്പെടുത്തുക, വിലയേറിയ കാര്യങ്ങൾ, വസ്തുവകകൾ, വിലയേറിയ കാര്യങ്ങൾ മോഷ്ടിക്കുക, രാജ്യദ്രോഹ കുറ്റം ചെയ്യുക, കൈസർക്കെതിരെ വലിയ വിപ്ലവം അഴിച്ചുവിടുക, റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ പരിശ്രമിക്കുക. അതുപോലെയുള്ള രാജ്യദ്രോഹികൾക്ക്, അതിക്രൂരന്മാരായ അടിമകൾക്ക് മാത്രമാണ് ക്രൂശ് മരണം അന്ന് കൊടുത്തിരുന്നത്. അങ്ങനെ ക്രൂശിക്കപ്പെടുന്നവരുണ്ടല്ലോ, ആ ക്രൂശിക്കപ്പെടുന്നവർ അന്ന് തന്നെ മരിക്കാറില്ല. പിന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും ക്രൂശിൽ കിടക്കും. അത് ക്രൂരമായ, ഭീകരമായ വേദന തിന്നുള്ള ഭീഭത്സമായ മരണമാണ്. 2 ദിവസത്തിൽ താഴെ മരിക്കാറില്ല, 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറുമില്ല. 2 ദിവസത്തിനും 5 ദിവസത്തിനും ഇടയ്ക്കുള്ള ഇടവേളയിലാണ് ക്രൂശിക്കപ്പെടുന്നവർ മരിക്കുക. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച അന്നു തന്നെ യേശു മരിച്ചു എന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് ആശ്ചര്യപരതന്ത്രനായി ചോദിക്കുന്നു, അദ്ദേഹം മരിച്ചു കഴിഞ്ഞുവോ? കാരണം സ്വാഭാവികമായും ക്രൂശിക്കപ്പെടുന്നവരാരും അന്ന് തന്നെ മരിക്കാറില്ല. 2 ദിവസമെങ്കിലും കിടക്കാറുണ്ട്, 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറില്ല. ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികളൊക്കെ ഇവരുടെ മാംസ
മാംസം കൊത്തിപ്പറിച്ച് അതിഭീകരമായ, ഭീഭത്സമായ, പ്രാകൃതമായ, വേദനാജനകമായ മരണമാണ് കിട്ടുക. ഇനി ഇവരെ അടക്കാൻ ആരും മുന്നോട്ട് വരില്ല. എന്താ അടക്കാൻ ആരും മുന്നോട്ട് വരാത്തതിന്റെ കാരണം? അത് ശപിക്കപ്പെട്ട ഒരു മരണമാണ്. അവരുടെ ഇന്നാരാണ് താനെന്ന് ആരും അറിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ക്രൂശിക്കപ്പെട്ടവരുടെ മൃതശരീരം എടുക്കാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം അവരുടെ ഇന്നാരാണ് തങ്ങളെന്നും മറ്റ് സമൂഹം അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ശപിക്കപ്പെട്ട മരണമാണത്. ഒരിക്കലും ആ ഡെഡ് ബോഡി എടുക്കാൻ ആരും മുന്നോട്ട് വരില്ല. യേശുക്രിസ്തുവിന്റെ കാര്യം നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച്, സ്വാഭാവികമായും ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ മുന്നോട്ട് വരേണ്ടത് തന്റെ സഹോദരന്മാരല്ലേ? യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഒക്കെ ഇല്ലേ? അവരാരും മുന്നോട്ട് വന്നില്ല. എന്തിനേറെ പറയുന്നു, കർത്താവിന്റെ കൂടെ ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും നടന്ന ശിഷ്യന്മാരില്ലേ? അവരാരും മുന്നോട്ട് വന്നില്ല. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ലാസറില്ലേ? ലാസർ മുന്നോട്ട് വന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചില്ലേ? അവരാരും മുന്നോട്ട് വന്നില്ല. എന്തിനേറെ നീട്ടിപ്പരത്തി പറയുന്നു, അവരാരും മുന്നോട്ട് വന്നില്ല. അവരാരും മുന്നോട്ട് വരാഞ്ഞതല്ല, അവരൊന്നും മുന്നോട്ട് വരാൻ ദൈവം അനുവദിച്ചില്ല. അവരാരും മുന്നോട്ട് വന്നാലൊട്ട് കാര്യം നടക്കത്തുമില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സഹായം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരിൽ നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ നടക്കാതെ പോയതുകൊണ്ട് ആരോടെങ്കിലും മുഷിഞ്ഞിന്ന് രാത്രി ആരെങ്കിലും ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ മുഷിച്ചിലുകൾ മാറ്റിവെച്ചുകൊള്ളുക. ആ മുറിവുകളോട് വിട പറഞ്ഞുകൊള്ളുക. അത് ദൈവം അനുവദിക്കാതെ ഇരുന്നത് കൊണ്ടാണെന്നോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാനും അവരോട് പൊറുക്കാനും ഒരു മനസ്സെനിക്ക് തരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ പ്രിയപ്പെട്ടവരാരും മൃതശരീരം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാത്തപ്പോ എന്താ ചെയ്യുന്നറിയാമോ? അജ്ഞാത മൃതശരീരങ്ങളെ കുഴിച്ചിടുന്ന, പരദേശികളെ കുഴിച്ചിടുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നവരുടെ മൃതശരീരം മറവ് ചെയ്യുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണവും സാഹചര്യവും വിലയിരുത്തി നോക്കിയാൽ ലോകത്തിന്റെ ധാരണയാണ് നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ലോകം പറയുന്നു യേശുവിന് കിട്ടാൻ പോകുന്ന അടക്കം ദുഷ്ടന്മാരോടുകൂടെയാണ്. ഒരു ദുഷ്ടനെ അടക്കുന്നത് പോലെ മൃതശരീരം കയ്യേറ്റൊരു മാന്യമായ അടക്കം കൊടുക്കാൻ ആരും ക്രൂശിക്കപ്പെടുന്നവർക്ക് വേണ്ടി വരില്ല. ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നവരുടെ മൃതശരീരം ആരും കയ്യേൽക്കില്ല. മാന്യമായ അടക്കം കിട്ടാറില്ല. പരദേശികളെ കുഴിച്ചിടുന്ന, അനാഥ പ്രേതങ്ങളെ കുഴിച്ചിടുന്ന പൊതു ശ്മശാനത്തിൽ അങ്ങനെയുള്ള മൃതശരീരങ്ങൾ അടക്കപ്പെടുകയാണ് പതിവ്. പക്ഷെ എൻ്റെ ദൈവം വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അടക്കം അങ്ങനെ ആയിരിക്കില്ല. അതൊരു സമ്പന്നനെ പോലെയുള്ള അടക്കമായിരിക്കും. അതരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എന്താ യേശു ക്രിസ്തുവിന്റെ അടക്കത്തിൽ സംഭവിച്ചത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, 19-ാം അധ്യായം, അതിന്റെ 38 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവദിക്കുകയാൽ അവൻ വന്ന് അവന്റെ ശരീരമെടുത്ത് ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാന്തൽ മൂറും അകിലവും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന, ശബ്ദമുയർത്തി കരമുയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. യേശുവിന്റെ മൃതശരീരം ഏറ്റെടുക്കാൻ, മാന്യമായ ഒരു അടക്കം കൊടുക്കാൻ തയ്യാറായ മൃതശരീരം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. പക്ഷെ പ്രവചനം എന്താ പറയുന്നത്? അവന്റെ അടക്കം
സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും, ഒരു സമ്പന്നനെ പോലെ ആയിരിക്കും. അവസാനം പറയേണ്ടത് ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. പറഞ്ഞത് ദൈവമാണെങ്കിൽ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ഒന്നല്ല 1000 വഴികളുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൃപ ലഭിച്ച ദൈവമക്കൾ കരം ഉയർത്തിപ്പിടിച്ചു സ്തോത്രം ചെയ്തു പറ. ദൈവം അരുളി ചെയ്ത പല വാഗ്ദത്തങ്ങളും നിറവേറപ്പെടാൻ സാഹചര്യങ്ങളെ വിലയിരുത്തിയാൽ യാതൊരു സാധ്യതകളും ഉണ്ടായിരിക്കില്ല. എന്നാൽ സാധ്യതകളുടെ വെളിച്ചത്തിലല്ല എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി സ്ഥിതി ചെയ്യുന്നത്. അരുളി ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അത് അധിഷ്ഠിതമാണെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാ മുന്നോട്ട് വന്നത്? അരിമത്യയിലെ യോസേഫ്. എനിക്ക് അരിമത്യയിലെ യോസേഫിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. 1-2 കാര്യം പറയാം. ഒന്ന്, അദ്ദേഹം ധനവാനാണ്. രാമേനൊന്ന് പറയാം. ഒന്ന്, അദ്ദേഹം. 2, അദ്ദേഹം നീതിമാനാണ്. അപ്പൊ എന്റെ അർത്ഥം ധനവാനാണേലും നീതിമാനാണ്. അതിന്റെ അർത്ഥം തൻ്റെ കയ്യിലുള്ളതൊന്നും ആരെയും കബളിപ്പിച്ചും വഞ്ചിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതല്ല. മനസാക്ഷിയെ വഞ്ചിക്കാതെയും പ്രമാണത്തെ കാറ്റിൽ പറത്താതെയും ദൈവനാമത്തിന് അപമാനം വരുത്താതെയും നീതിയുടെയും ന്യായത്തിൻ്റെയും നന്മയുടെയും മാർഗത്തിൽ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവമക്കൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, കർത്താവേ, എനിക്ക് ഉള്ളത് എനിക്ക് ദൈവം തരുന്നതും മാത്രം മതി. മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും വെട്ടിച്ചും തട്ടിച്ചും കർത്താവേ, മറ്റുള്ളവരുടേത് വളഞ്ഞ വഴിയിലൂടെ എൻ്റെ കൂടാരത്തിലോ എൻ്റെ കരത്തിലോ വരാൻ ഇട വരരുത്. അങ്ങ് തരുന്നതും മാത്രം എനിക്ക് മതിയെന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയാം. അദ്ദേഹം ധനവാനാണ്, അദ്ദേഹം നല്ലവനാണ്, അദ്ദേഹം നീതിമാനാണ്. അത് മാത്രമല്ല, മന്ത്രിയാണ്. മന്ത്രി എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയാവോ? നമ്മൾ ഉദ്ദേശിക്കുന്ന മന്ത്രിയല്ല, സന്യദ്രി സംഘത്തിലെ ഒരു പ്രധാനിയാണ്. സന്യദ്രി സംഘത്തിലെ പ്രധാനി മാത്രമല്ല, പീലാത്തോസുമായിട്ടൊരു അല്പം അടുപ്പമുണ്ട്. അതുകൊണ്ടല്ലേ അരിമത്യയിലെ യോസേഫ് ചെന്ന് പീലാത്തോസിനോട് അനുവാദം ചോദിച്ചപ്പോൾ മൃതശരീരം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. അപ്പൊ ഇത് പത്രോസ് എന്നാൽ നടക്കുകയില്ല, ഇത് യോഹന്നാൻ ചെന്നാൽ നടക്കുകയില്ല, ഇത് നദനിയേൽ എന്നാൽ നടക്കുകയില്ല, ഇത് ലാസർ ചെന്നാൽ നടക്കുകയില്ല, ഇത് 38 വർഷം കുളക്കരെ കടന്ന് സൗഖ്യമായവൻ ചെന്നാൽ നടക്കുകയില്ല. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഒരു അരിമത്യക്കാരൻ യോസേഫിനെ മാറ്റി നിർത്തിയിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് പറയുക, പ്രതിസന്ധി വന്നിട്ടല്ല ദൈവം പരിഹാരം ഒരുക്കുന്നത്. പ്രതിസന്ധി വരുന്നതിന് മുമ്പേ പരിഹാരം ദൈവം കരുതിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആമേൻ നൃത്തം ചെയ്ത് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്? ആരെങ്കിലും ഇന്ന് രാത്രി വേദനയിലൂടെ, ശോധനയിലൂടെ, തകർച്ചയിലൂടെ, പരിശോധനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പ്രതിസന്ധിക്കൊരു പരിഹാരം എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃപയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. സന്തോഷത്തോടെ എന്നോട് ചേർന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അരിമത്യക്കാരൻ യോസേഫിനെ കുറിച്ച് വായിക്കുന്നത് യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ. യഹൂദന്മാരെ പേടിച്ചെന്ന് പറഞ്ഞാൽ അറിയോ? കൊല്ലൂന്നുള്ള പേടിയല്ല, പിന്നെ സമൂഹത്തിലൊരു വിലയും നിലയൊക്കെ ഉള്ള ആളല്ലേ. യേശുവിനെ യഹൂദന്മാരെ പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 9-ാം അധ്യായത്തില് ഒരു പിറവിക്കുരുടനെ യേശു സൗഖ്യമാക്കി. നീട്ടിപ്പറ്റി പറയുന്നില്ല, അവനെ കർത്താവ് സൗഖ്യമാക്കിയപ്പോ ജനങ്ങൾ ഇളകി മറിഞ്ഞു. ഇവനല്ലേ അപേക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്? അതോ അവൻ വേറൊരുത്തരാണോ? അവനോട് ചോദിച്ചു, അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ആരാ സൗഖ്യമാക്കിയത്? യേശുവാ സൗഖ്യമാക്കിയത്. പരീശന്മാരുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്നു, അവനെ വിസ്തരിച്ചു. അവിടെയും അവൻ സാക്ഷ്യം പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. അവസാനം
അവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് പരീക്ഷന്മാർ അവരോട് ചോദിച്ചു, ഇവൻ നിങ്ങളുടെ മകനാണോ? അവരുടെ മറുപടി, ഞങ്ങളുടെ മകനാണ്. ഇവൻ കുരുടനായിരുന്നു. ജന്മനാ കുരുടനായിരുന്നു. ഇപ്പോൾ ഇവന് കാണാമോ? എന്താ സംശയം? അവനിപ്പോൾ കാണാമല്ലോ. അതിൻ്റെ തെളിവല്ലേ അവനെ എങ്ങനെ വിസ്തരിക്കാൻ കാരണം? അടുത്തത്, ആരാ അവനെ സൗഖ്യമാക്കിയത്? ഉടനെ ഈ മാതാപിതാക്കൾ അവരോട് പറയുകയാണ്, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക. സത്യമറിയാം, എന്നിട്ടും പറയുകയാണ്, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക. എന്താ ഒഴുക്കം മട്ടിലൊരു മറുപടി പറയാൻ കാരണം? അടുത്ത വാക്യം ഇങ്ങനെയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് കർത്താവ് ഏറ്റു പറയുന്നവനെല്ലാം പള്ളി ഭ്രഷ്ടനാകേണമെന്ന് അവരൊരു നിയമം പാസാക്കിയിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് പരസ്യമായി ഏറ്റുപറഞ്ഞ് സമൂഹത്തിൽ ഒരു ഒറ്റപ്പെടുത്തപ്പെടൽ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സത്യം അറിഞ്ഞിട്ടും സത്യം അവർ കുഴിച്ചു മൂടി വെച്ചത്. അപ്പൊ അരിമത്യക്കാരൻ യോസേപ്പിനും യേശുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടുണ്ടായിരുന്നു. പക്ഷെ സന്നിധിയും സംഘത്തിന്റെ പ്രമാണിയായിരുന്നത് കൊണ്ട്, ധനവാനായിരുന്നത് കൊണ്ട്, സമൂഹത്തിലുള്ള മാന്യതയ്ക്കൊരു കോട്ടമുണ്ടാകുമെന്ന് ഭയപ്പെട്ട് സത്യത്തെ മറച്ചുവെച്ച് സത്യം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ ജീവിച്ചു. പക്ഷെ സമയമായപ്പോഴുണ്ടല്ലോ, ആധാരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? സമയമായപ്പോഴുണ്ടല്ലോ രഹസ്യമായി നിന്നവനെ എൻ്റെ ദൈവം പരസ്യമായി കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടവൻ എവിടെ ഒളിച്ചാലും മറച്ചാലും സമയമാകുമ്പോൾ അവരെ പരസ്യമായി കൊണ്ടുവരുന്നൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അരിമത്യക്കാരൻ യോസേപ്പ് പുറത്തു വന്നു. യോസേപ്പ് പുറത്തു വന്നപ്പോ മറ്റൊരാൾക്കും അതൊരു പ്രചോദനമായി. നിക്കോദിമോസ് 3 വർഷം മുമ്പ് ശരിക്കും വീണ്ടും ജനനത്തിന്റെ സന്ദേശം കേട്ടയാളാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം നടന്നപ്പോൾ അദ്ദേഹം ഇറങ്ങി വരാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തെ സ്പർശിച്ചൊരു സംഭവമുണ്ട്. യേശു വീണ്ടും ജനനത്തെ കുറിച്ച് നിക്കോദിമോസിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ നല്ല ആമേൻ പറ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അന്ന് നിക്കോദിമോസിന് ഒന്നും പിടികിട്ടിയില്ല. ഇതൊക്കെ എന്തായി പറയുന്നേ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം എന്താ പറയുന്നതെന്ന് അന്ന് നിക്കോദിമോസിന് മനസ്സിലായില്ല. പക്ഷെ അടുത്ത യേശു പറയുന്നുണ്ട്, അവനിലേക്ക് നോക്കുന്നവർക്ക് ജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ആ നിക്കോദിമോസിനോട് പറയുന്ന വാക്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. തന്റെ ഏകജാതനായ, ഒരുമിച്ചെന്ന് പറഞ്ഞ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. മോശ സർപ്പത്താൽ കടിയേറ്റവർ മരണകരമായ അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ, എന്നെ പരസ്യമായി ഉയർത്തപ്പെടേണ്ടതാണ്. എന്തിനാണ് ഉയർത്തപ്പെടേണ്ടത്? നിത്യജീവൻ എന്നിൽ നോക്കുന്നവര് പ്രാപിക്കേണ്ടതിന്. ഞാൻ ഉയർത്തപ്പെടുന്നത് നിത്യജീവനെ തരാനാണെന്ന് യേശു അന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പൊരുൾ നിക്കോദിമോസിന് മനസ്സിലായില്ല. എന്നാൽ ക്രൂശിൽ യേശു ഉയർത്തപ്പെട്ടപ്പോഴാണ് നിക്കോദിമോസിന് മനസ്സിലായത്. അന്ന് എന്നോട് പറഞ്ഞതിന്റെ മർമ്മം അതായിരുന്നല്ലോ എന്ന്. അഭിഷക്തന്മാരോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, സുവിശേഷം പറയാൻ മറക്കരുത്. കൺവെൻഷൻ നടത്താൻ മടിക്കരുത്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സുവിശേഷ യോഗം ക്രമീകരിച്ചിട്ട് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് പെട്ടെന്നുണ്ടായി എന്ന് വരില്ല. ഒത്തിരി നടന്ന, ഒത്തിരി ട്രാക്ട് കൊടുത്ത്, ഒത്തിരി വീടുകൾ കയറിയിറങ്ങി സുവിശേഷം പറഞ്ഞിട്ട് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകാതെ വരുമ്പോൾ ഹൃദയത്തിനകത്ത് മടിപ്പുണ്ടാകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. ഇനി യോഗം നടത്തുന്നില്ല എന്ന് പോലും ഹൃദയത്തിനകത്ത് പറയുന്നവരുണ്ട്. എന്നാൽ
എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് തലയിൽ കൈവച്ചെന്ന വണ്ണം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, തളർന്നു പോകരുത്. തളർന്നു പോകാതെ ഇരുന്നാൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, നാം തക്ക സമയത്ത് കൊയ്യും, നാം തക്ക സമയത്ത് കൊയ്യും. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചതിന്റെ റിസൾട്ട് എന്റെ ദൈവം മനുഷ്യാത്മാക്കളുടെ രക്ഷയായി മടക്കി തരുമെന്ന് ഞാൻ സ്തോത്രം ചെയ്തു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആധാരം തുറന്ന് ആമേൻ പറയാൻ ആത്മാവിൽ നിയോഗമുള്ള ദൈവമക്കൾ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഇന്ന് രാത്രി നിവർത്തിച്ചുകൊള്ളാൻ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുന്നു. നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉറപ്പായി ദൈവാലോചന ഈ രാത്രി വിളിച്ചു പറയുകയാണ്. ആ നിക്കോദിമോസ് വന്നപ്പോ 100 റാത്തൽ സുഗന്ധക്കൂട്ട്, ഞാനൊന്ന് സ്തോത്രം ചെയ്ത് പറയാം. ഈ 100 റാത്തൽ സുഗന്ധക്കൂട്ടിനെ ഞാനൊരു ചെറിയ കണക്കൊണ്ട് പരിചയപ്പെടുത്തും. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 1 വെള്ളിക്കാശ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ രാവിലെ അല്ലെ പുലർച്ചെ പുറപ്പെട്ട വീട്ടുടമയോട് ബന്ധപ്പെട്ട് ഉപമ പറയുന്നുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ തൻ്റെ വയലിൽ ജോലി ചെയ്താൽ, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുക 1 വെള്ളിക്കാശാണ്. ഞാൻ ഈ കണക്കിലേക്കൊന്ന് വരാനാണ്. കർത്താവ് ലാസറിന്റെ വീട്ടിലിരിക്കുമ്പോൾ മറിയ 1 റാത്തൽ സുഗന്ധക്കൂട്ട് കൊണ്ടുവന്ന് കർത്താവിന്റെ പാദത്തിൽ പൂശി അല്ലേ. ഉടനെ യൂദ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പറയാം, ഈ വെറും ചെലവ് വെറുതെ കൊണ്ട് ഇത് കാലെ പൊട്ടിച്ചൊഴിച്ചിട്ട് വലിയ കാര്യമുണ്ട്. ഇത് വിട്ട് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ? അതൊക്കെ ഒത്തിരി പറയണ്ട, പക്ഷെ ഇവിടെ അതൊന്നും പറയുന്നില്ല, മൈക്കിൽ കൂടെ എന്നിട്ട് പറയും. യൂദ അതിന് വിട്ട വില 1 റാത്തലിന്റെ വില 300 വെള്ളിക്കാശ്. ഒരാമേനൊന്ന് പറയണം. അപ്പൊ കർത്താവ് പറഞ്ഞു, അവളെ വിട്ടേര്, ഇതെന്റെ ശവസംസ്കാരത്തിനായി ക്രമീകരിച്ചതാണെന്നെങ്കിൽ ചിന്തിച്ചാൽ മതി. അപ്പൊ ശവസംസ്കാരത്തിന് ആമേൻ പറ പൂശുന്നത് ഈ സുഗന്ധക്കൂട്ട. അതിന്റെ വില എത്രയാ? 1 റാത്തലിന്റെ വില എത്രയാ? 300. അങ്ങനെയാണെങ്കിൽ 100 റാത്തലിന്റെ വില എത്രയാ? 30,000 വെള്ളിക്കാശ്. ഒരു നല്ല ആമേൻ എന്ന് പറയാം. എത്രയാ? ഇനി ഞാനെന്ന് പറയാം. ഒരു ദിവസത്തെ ഒരു മനുഷ്യന്റെ വേതന 1 വെള്ളിക്കാശ്. ഞാൻ അതിനെ എരുമേലിയിലെ കണക്ക് അല്ല, കുമ്മളിയിലെ കണക്കിലേക്ക് കൊണ്ടുവരിക. ഇന്നൊരു മനുഷ്യൻ പ്രഭാതം മുതൽ സന്ധ്യ വരെ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുക 750 രൂപയാണെന്ന് ഇരിക്കട്ടെ. എൻ്റെ മുൻവാസം അങ്ങനെ 750 ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ 500 പേരെ തരണമെന്നൊന്നും ആരും പറയല്ലേ, ചെറിയ കണക്ക് പറയും. ഒരാളുടെ ഒരു ദിവസത്തെ വേതനം 750 ആണെന്നിരിക്കട്ടെ. 30,000 ഗുണം 750. ഇന്നത്തെ കണക്കിൽ എത്രയുണ്ടെന്നറിയാവോ? 2 കോടി. ഒരു ആമേൻ പറഞ്ഞ് 25 ലക്ഷം. ഇന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ആ സുഗന്ധക്കൂട്ടിന്റെ വില, നിക്കോദിമോസ് കൊണ്ടുവന്ന സുഗന്ധക്കൂട്ടിന്റെ വില 2,25,00,000. എങ്ങനെ അടക്കപ്പെടേണ്ട മൃതശരീരമാ. ആമേ, ഉറ്റവരില്ല, ഊട്ടയവരില്ല, ആരും ആ മൃതശരീരം ഏറ്റെടുക്കാനില്ലാതെ അനാഥ പ്രേതങ്ങളെ കുഴിച്ചിടുന്നത് പോലെ, അജ്ഞാത മൃതശരീരങ്ങളെ കുഴിച്ചിടുന്നത് പോലെ പൊതു ശ്മശാനത്തിൽ അടക്കപ്പെടേണ്ട മൃതശരീരമാ. മരണം വെച്ചു നോക്കിയാൽ അങ്ങനെയാണ് അടക്കപ്പെടേണ്ടത്. പക്ഷെ എന്റെ ദൈവം വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അടക്കം അങ്ങനെയല്ല. ആ അടക്കം ഒരു സമ്പന്നനെ പോലെ ആയിരിക്കും. ഇന്ന് രാത്രി എരുമേലി പട്ടണത്തോട് ഞാൻ വിളിച്ചു ചോദിക്കുന്നു, ആ അടക്കം നടക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ ആ അടക്കം എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പ്രവചിക്കപ്പെടുകയും പ്രവചിക്കപ്പെട്ടതുപോലെ കൃത്യമായി അടക്കപ്പെടുകയും ചെയ്ത യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുണ്ട്? അതരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. യേശു ക്രിസ്തുവിന്റെ അടക്കം അതും തിരുവെഴുത്തുകളിൻ
പ്രകാരമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം തിരുവെഴുത്തുകളും പ്രകാരം, യേശുക്രിസ്തുവിൻ്റെ അടക്കം തിരുവെഴുത്തുകളിൻ പ്രകാരം. 3, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തിരുവെഴുത്തുകളിൻ പ്രകാരം. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എന്താ തിരുവെഴുത്ത് പറയുന്നത്? 16-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 16-ാം സങ്കീർത്തനം 10-ാം വാക്യം. 16-ാം സങ്കീർത്തനം 10-ാം വാക്യം. താങ്ക് യു ലോർഡ്. അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? അത് ഞാനത് വിശദീകരിക്കാൻ കേട്ടോ. ദാവീദ് ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ദാവീദിനെ കുറിച്ചല്ല. കാരണം അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ഇപ്പൊ ദാവീദ് ആരെ കുറിച്ചാണ് പറയുന്നത്? അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ലെന്ന്. അതാരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നുണ്ട്. 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അവരുടെ മേൽ വ്യാപരിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടിടത്തേക്ക് കേട്ടവർ ഓടിക്കൂടി അവരെ കണ്ടപ്പോൾ സഹപ്രവർത്തകരോടുകൂടെ നിന്ന് പൗലോസ്ലീഹ പ്രൗഢഗംഭീരമായ പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗത്തിന്റെ മധ്യേ അദ്ദേഹം അവരുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, സഹോദരന്മാരെ, ദാവീദ് ഒരു പ്രവചനം പ്രവചിച്ചിട്ടില്ലേ? അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. അതാരെ കുറിച്ചാ ദാവീദ് പ്രവചിച്ചിരിക്കുന്നത്? അദ്ദേഹത്തെ കുറിച്ചാണോ? അല്ല. എന്താ അതിൻ്റെ തെളിവ്? ദാവീദ് മരിച്ചിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി, 1000 വർഷങ്ങൾക്കടുത്തായില്ലേ? ആ ദാവീദിൻ്റെ ശരീരം അടക്കിയ കല്ലറ നമ്മുടെ മൂക്കിന് താഴെ അടഞ്ഞു കിടക്കുകയല്ലേ? അബ്രഹാമിൻ്റെ കല്ലറ, ഇസ്ഹാക്കിൻ്റെ കല്ലറ, യാക്കോബിൻ്റെ കല്ലറ, റാഹേലിന്റെ കല്ലറ, ലേയായുടെ കല്ലറ, സാറായുടെ കല്ലറ, റിബേക്കായുടെ കല്ലറ, പഴയ നിയമത്തിലെ പിതാക്കന്മാരുടെ കല്ലറ, പ്രവാചകന്മാരുടെ കല്ലറ, എല്ലാം ഇവിടെ അടഞ്ഞു കിടക്കുകയല്ലേ? അപ്പൊ ദാവീദ് അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ലെന്ന് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് ആരെ കുറിച്ചുമല്ല പ്രവചിച്ചതെങ്കിൽ, അദ്ദേഹത്തെ കുറിച്ചുമല്ല പ്രവചിച്ചതെങ്കിൽ, കാരണം അദ്ദേഹത്തെ കുറിച്ചോ മറ്റാരെ കുറിച്ചോ അല്ല എന്നതിൻ്റെ തെളിവല്ലേ അവരുടെ എല്ലാം കല്ലറകൾ നമ്മൾ വസിക്കുന്ന ഈ നാട്ടിൽ ഇന്നും അടഞ്ഞു കിടക്കുന്നത്? അവരെ കുറിച്ച് ആരെ കുറിച്ചും അല്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചാണ്? അതാരെ കുറിച്ചാണെന്ന് ഞങ്ങൾ പറയാം. പത്രോസ് പറയുകയാണ്, ഇന്നേക്ക് 40 പരം ദിവസങ്ങൾക്ക് പിറകിൽ ഒരു കല്ലറ നിങ്ങളുടെ മൂക്കിനു താഴെ തുറന്നില്ലേ? ആ തുറന്ന കല്ലറ ഇപ്പോഴും അടയപ്പെടാതെ കിടക്കുകയല്ലേ? ആ കല്ലറയിൽ ഉണ്ടായിരുന്ന മഹൽ വ്യക്തിത്വം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ? അങ്ങനാണെങ്കിൽ ദാവീദ് ആ പ്രവചനം പ്രവചിച്ചത് മറ്റാരെ കുറിച്ചുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ ഇന്ന് രാത്രി സ്തോത്രം പറയുന്ന ദൈവമക്കൾ ആ കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറഞ്ഞ്, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരു രക്ഷിതാവ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? 9 മണിക്ക് നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ചാട്ടുള്ളി പോലെ അടുത്ത 2 പോയിന്റ് മാത്രമേ അറിഞ്ഞുള്ളൂ, ബാക്കി എല്ലാം വിട്ടിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞല്ലോ അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, കല്ലറയുടെ വെളിയിൽ വരാൻ, കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. കല്ലുരുട്ടി മാറ്റിയാൽ മാത്രമേ കർത്താവിന് വെളി വരാൻ പറ്റുമോ? അല്ല.
യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ വാതിൽ തുറക്കാതെ മേൽക്കുര പൊളിക്കാതെ എൻ്റെ രക്ഷിതാവ് അവരുടെ നടുവിൽ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ കല്ലറയുടെ വെളിയിൽ വരാൻ കല്ലൊന്നും മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ അരിമത്യക്കാരൻ യോസേപ്പ് കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ വെച്ചിട്ട് വലിയൊരു കല്ലുരുട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ചെന്ന് പീലാത്തോസിനോട് പറയുകയാണ്, ഭയങ്കര വഞ്ചകനാണ്, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ശിഷ്യന്മാർ മൃതശരീരം മോട്ടിച്ചുകൊണ്ട് പോയിട്ട് നാട് മുഴുവൻ പറഞ്ഞു നടക്കും, ഉയർത്തു. അത് സംഭവിച്ചുകൂടാ, അതിനനുവദിച്ചുകൂടാ. പീലാത്തോസ് പറഞ്ഞു, നിങ്ങളാവോളം കല്ലറ ഉറപ്പാക്കിക്കൂ, ഞാൻ പടയാളികളെ വിട്ടുതരാം. റോമൻ മുദ്ര കൊണ്ട് ആ കല്ല് സീൽ ചെയ്തു. ലോക ചരിത്രത്തിൽ ഏറ്റവും ധീരന്മാരും കരുത്തരുമായ പടയാളികൾ എന്ന് പറയുന്നത് റോമൻ പടയാളികളാണ്. ആ റോമൻ പടയാളികൾ കല്ലറയ്ക്ക് കാവൽ നിന്നു. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ അത് നടക്കാതിരുന്നെങ്കിൽ എന്ന കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഇത് ഈ അരിമത്യക്കാരൻ യോസേപ്പിന്റെ കസ്റ്റഡിയിലുള്ള ഭൂമിയല്ലേ, അവന്റെ കല്ലറയല്ലേ അല്ലേ? അവിടെ കല്ലറയ്ക്കയുടെ വാതിക്കല് റോമൻ മുദ്ര പതിക്കാതെ പട്ടാളക്കാര് കാവൽ നിൽക്കാതെ കർത്താവ് ഉയർത്തെന്ന് അങ്ങ് ചിന്തിക്കുക. അങ്ങനാണെങ്കിൽ ഇവർക്ക് പറഞ്ഞു തരുന്നു, എങ്ങനെ അറിയാം? കല്ലറ അങ്ങേരും ശിഷ്യന്മാരും കൂടെ കല്ലുരുട്ടി മാറ്റി അത് നോട്ടിച്ചുകൊണ്ട് പോയെന്ന് പറയരുതോ? ഒരു നല്ല ആമേനെന്ന് പറ. പക്ഷെ നാളെ പറഞ്ഞു വരത്താൻ സാധ്യതയുള്ള അപവാദം എന്താണെന്ന് എൻ്റെ ദൈവത്തിനറിയാവുന്നത് കൊണ്ട് മുന്നമേ പഴുതടച്ച് ദൈവം കൈകാര്യം ചെയ്തു. ഇന്ന് രാത്രി ഞാൻ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാം. എൻ്റെ ദൈവം പഴുതടച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവമാണ്. അതരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? മനുഷ്യൻ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചാലും അതിൻ്റെയൊക്കെ പിറകിൽ ന്യൂനതകൾ ഉണ്ടാകും. എന്നാൽ പഴുതടച്ച് പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. എന്നോട് ചേർന്ന് ആധാരം തുറന്ന വാക്കിന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പടയാളികൾ കുന്തവും പന്തും വാളും വടിയും ഒക്കെ പിടിച്ച് നെഞ്ചു വിരിച്ച് തല ഉയർത്തി കാവല് കാത്തോണ്ടിരിക്കുമ്പോൾ ദൂതൻ വന്നു. മിന്നലിനൊത്ത രൂപം അല്ലേ, ഭയങ്കര തേജസ്. കരുത്തന്മാരായ പടയാളികൾ താഴെ പോയി. ആരോട് എങ്ങനെ ഇടപെടണമെന്നും ദൈവത്തിന് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റിയിട്ട് കല്ലിന് മുകളിൽ ദൂതൻ കുത്തിയിരുന്നു. മടിയൻ ദൂതൻ സ്വർഗത്തിലോട്ട് ചെന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക ആണോ? സമയം കൊല്ലാനാണോ കല്ലിന് മുകളിൽ കുത്തിയിരിക്കുന്നത്? അല്ല. ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റിയിട്ട് തിരിച്ചു പോയാൽ പടയാളികൾ ആ കല്ല് ആത്മാഭിമാനം സംരക്ഷിക്കാൻ തിരിച്ചുരുട്ടും. അപ്പൊ ദൈവം ഉരുട്ടി മാറ്റിയത് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാനാണ് ദൈവം തന്റെ ദൂതനെ കല്ലിന് മുകളിൽ കൽപ്പിച്ചാക്കിയത്. ഇന്ന് രാത്രി അഭിഷക്തന്മാര് പറ, ദൈവമക്കൾ പറ, ആരെല്ലാം എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും തട്ടിട്ട് തുള്ളിയാലും ദൈവമാണ് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നതെങ്കിൽ എൻ്റെ ദൈവം തുറന്നതടയ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം അതിനെ അനുവദിക്കില്ല. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള അത്യുന്നതനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ സകല പൈശാചിക ശക്തികളെങ്ങൾക്ക് ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആ തരം തുറന്ന കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, എന്റെ ദൈവം വഴി തുറക്കുക മാത്രമല്ല തുറന്നതടയാതെ സൂക്ഷിക്കാനും എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ ദൈവം വിശ്വസ്തൻ. അടുത്തൊന്നും സന്തോഷത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആ 2024 വർഷങ്ങൾക്ക് പിറകിൽ തുറന്നു വെച്ച ആ കല്ലറയുടെ കല്ല് ഇന്ന് വരെ ആരും തിരിച്ചുരുട്ടിയിട്ടില്ല. ഇപ്പൊ കല്ലറയുടെ വാതിക്കൽ എന്തിനാ കല്ല് വെപ്പിച്ചേ? പടയാളികളെ എന്തിനാ അവിടെ കാവൽ നിർത്തിച്ചേ? മുദ്ര എന്തിനാ അതിന്മേൽ പതിപ്പിച്ചേ? ദൂതൻ വന്ന് എന്തിനാ കല്ല് ഉരുട്ടി മാറ്റിയേ? കർത്താവെ സുഗമമായി പുറത്തു വന്നാലും ആണോ? അതിനാണോ? ഒന്ന് ആമേൻ പറ.
ദൂതനെ എല്ലിന കല്ലിന് മുകളിൽ കുത്തി ഇരുത്തിയേ. സഹോദരങ്ങളെ, 2024 വർഷമായി. എന്താ കല്ലറ ആരും അടയ്ക്കാതെ ഇന്നും തുറന്നു വെച്ചേക്കുന്നേ? ലോകമുള്ളിടത്തോളം, ചരിത്രമുള്ളിടത്തോളം, മനുഷ്യരുള്ളിടത്തോളം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര സത്യമായി ആ കല്ലറ മണ്ണിൽ അവൻ വയ്ക്കണമെന്ന് എൻ്റെ ദൈവത്തിന് തോന്നിയ പ്രസാദമാണ് ഇന്നും ആ കല്ലറ തുറന്നിരിക്കുന്നത്. ആദരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നന്ദിയോടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. പോരാ, കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാ. ചിന്തയാണെന്ന് പറഞ്ഞോട്ടെ. പണ്ട് PM ബിലിവ് സാറ് ഇസ്രായേൽ സന്ദർശനത്തിന് പോയപ്പോൾ കല്ലറയ്ക്ക് ചെന്നു. ഒരു ഗൈഡൊക്കെ ഉണ്ടല്ലോ, അവര് ഒരു ഗ്രൂപ്പായിട്ടാണ് പോയി. അപ്പൊ കല്ലറയ്ക്കകത്തേക്ക് കിടക്കുമ്പോൾ തൻ്റെ തലയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ബഹുമാനാർത്ഥം ആ കല്ലറയ്ക്കകത്തേക്ക് കയറാൻ നേരത്ത് ആ തൊപ്പി തലേന്ന് മാറ്റി. ഉടനെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറയുകയാണ്, സാറേ 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 തൊപ്പി ഊരണ്ട. അതെന്നാ? ആളിതിൻ്റെ അകത്തില്ല. ഈ കല്ലറയെ ബഹുമാനിക്കേണ്ടെന്ന്. കാരണം എന്താ? ആളിതിൻ്റെ അകത്തില്ല. ലോകത്തിലെല്ലാ കല്ലറകളും എല്ലാ കുഴിമാടങ്ങളും ബഹുമാനിക്കപ്പെടുന്നത് അതിൻ്റെ അകത്ത് ആളുള്ളത് കൊണ്ടാണ്. പക്ഷെ ലോക ചരിത്രത്തിൽ ആളില്ലാത്തത് കൊണ്ട് ആദരിക്കപ്പെടുന്ന ഒരേ ഒരു കല്ലറ എത്ര പേർക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയാൻ കഴിയും? അതെന്റെ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. ലോക ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറ അതെന്റെ യേശുവിന്റെ കല്ലറയാണ്. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ തുറക്കപ്പെട്ട കല്ലറയെ കുറിച്ച് പൗലോസ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം ഇങ്ങനെ പറയുകയാണ്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അദ്ദേഹത്തിന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. എന്താണ് അതിന്റെ അർത്ഥം? ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അദ്ദേഹത്തിന്റെ വരവിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? യഹൂദന്മാരുടെ പെരുന്നാളുകളോട് ബന്ധപ്പെട്ടാണ് ആ ചിത്രം കിടക്കുന്നത്. അവർക്ക് 7 പെരുന്നാൾ. അതിലൊരു പെരുന്നാളാണ് ആദ്യബലക്കറ്റ പെരുന്നാൾ. ആദ്യബലക്കറ്റ പെരുന്നാളിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് പുരോഹിതനും ജനവും കൂടെ വയലിലേക്ക് നിന്നിട്ട് സന്ധ്യയായോ സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിക്കുന്നു. സന്ധ്യയായി സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആ വയലിൽ നിന്ന് ആദ്യബലക്കറ്റ കൊയ്തെടുക്കുന്നു. കൊയ്തെടുക്കപ്പെട്ട ആദ്യബലക്കറ്റ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് പറയുന്ന ആ ചിന്തയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കൊയ്തെടുക്കപ്പെട്ട ആദ്യബലക്കറ്റ മഹാപുരോഹിതന്റെ കയ്യിൽ ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കുന്നു. മഹാപുരോഹിതൻ ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുൻപിൽ വയ്ക്കുന്നു. 3-ാമത്തെ ദിവസം ആ കറ്റ തന്റെ കരത്തിലെടുത്ത് അദ്ദേഹം ഉയർത്തി വീശുന്നു. അതിന് പറയുന്ന പേരാണ് നീരാജനം ചെയ്യുക. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു മാനവവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം ആ ആദ്യബലക്കറ്റ 3 ദിവസം തിരശീലയുടെ മുമ്പിൽ വെക്കുന്നത് പോലെ അരിമത്യക്കാരൻ യോസേപ്പിന്റെ കല്ലറയിൽ വെച്ചു. എന്നാൽ 3-ാമത്തെ ദിവസം ആ കട്ടയെടുത്ത് ഉയർത്തി വീശുന്നത് പോലെ അരിമത്യക്കാരൻ യോസേപ്പിന്റെ പുതുപുത്തൻ കല്ലറ അവനു തന്നെ തിരികെ കൊടുത്ത് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യബലക്കറ്റ്, അതാ പറയുന്നത് ആദ്യബലം ക്രിസ്തു. അടുത്തത് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? ഇവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യബലക്കറ്റ് വാക്കും ഭാഷണവും കൂടാതെ ഒരു സന്ദേശം പറയുന്നു. എന്താണത്? ഈ വയലിൽ നിന്ന് ആദ്യബലക്കറ്റ് ആമേൻ അറുത്തെടുക്കപ്പെട്ടു. ആ ആദ്യബലക്കറ്റ് ഇവിടെ നീരാജനം ചെയ്യപ്പെട്ടു. ആ നീരാജനം ചെയ്യപ്പെട്ട ആദ്യബലക്കറ്റ് പറയുന്ന ആ മുന്നറിയിപ്പ് എന്താണ്? സൂചന എന്താണ്? അതൊന്നിന്റെ മുന്നോടിയാണ്. താൻ ദൈവത്തിന് സ്തോത്രം കൊയ്തെടുക്കപ്പെട്ട വയലിൽ മറ്റൊരു കൊയ്ത്തു നടക്കാൻ പോകുകയാണ്. താൻ കൊയ്തെടുക്കപ്പെട്ട വയലിൽ മറ്റൊരു കൊയ്ത്തു നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു, മുന്നോടിയായിരുന്നു. അവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യബലക്കറ്റയെങ്കിൽ പൗലോസ് പറയുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും മറ്റൊന്നിന്റെ സൂചനയാണ്, മറ്റൊന്നിന്റെ മുന്നോടിയാണ്. എന്തിന്റെ സൂചന? എന്തിന്റെ മുന്നോടി? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ
ഉയർത്തെഴുന്നേറ്റ മണ്ണിൽ മറ്റൊരു ഉയർപ്പ് നടക്കാൻ പോകുകയാണ്. ആരുടെ, എപ്പോൾ? കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, ക്രിസ്തുവിൽ മരിച്ചവർ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതൊരു സത്യമാണെങ്കിൽ ആ കല്ലറ ഇന്നും തുറന്നിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര യാഥാർത്ഥ്യമാണെങ്കിൽ അനധിവിദൂര ഭാവിയിൽ മരിച്ച വിശുദ്ധർ ഉയർക്കും. ജീവനോടിരിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും. പ്രിയരെ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നുണ്ടോ? കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്നുണ്ടോ? ആനുകാലിക സംഭവങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്നുണ്ടെങ്കിൽ വിശകലനം ചെയ്യുന്നുണ്ടെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രി വിളിച്ചു പറയും, ഹല്ലേലൂയ, യേശു മടങ്ങി വരും, യേശു മടങ്ങി വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള കർത്താവും മടങ്ങി വരും. ഉറപ്പുള്ള ദൈവമക്കൾ ആമേൻ. അല്പനിമിഷം ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് സ്തോത്രം. സമയം അല്പം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, ദീർഘദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നും എനിക്കറിയാം. എങ്കിലും ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ധന്യനായ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന ഈ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല, മരണത്തിനപ്പുറത്ത് ഉയർപ്പില്ല, ഒരു സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, ന്യായവിധിയില്ല. അതൊക്കെ സംഭവിക്കണമെങ്കിൽ യേശു ക്രിസ്തു ഉയർക്കാതിരിക്കണം. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ യേശു ക്രിസ്തു മടങ്ങി വരും. അത് യാഥാർത്ഥ്യമാണ്. മരിച്ച വിശുദ്ധർ ഉയർക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. കർത്താവും മടങ്ങി വരും. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ, ആകാശത്തോളം ആവേശമെത്തുന്ന ദൈവമക്കൾ കരമടിച്ച് അധരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി ഒരുമിച്ചെന്ന് പറഞ്ഞ്, എൻ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാ വിശ്വാസവും വ്യർത്ഥമല്ല, അതും നിശ്ചയോ. ഉറപ്പുള്ളവർ കരമടിച്ച് അന്യഭാഷയിൽ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ ധരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ചു തുടങ്ങട്ടെ. ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല, അതു നിശ്ചയം. വേഗം കാണുമെന്നാണേ, വ്യർത്ഥമല്ല, അതു നിശ്ചയം. വേഗം കാണുമെന്നാണ്. കണ്ടിടും, ഓ കണ്ടിടും, കണ്ടിടും, ഞാൻ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, 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 പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളമേ, പ്രത്യാശയും പ്രദീപമേ, ആമേൻ. യേശുവേ മണാളമേ, പ്രത്യാശയും പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നു ഞാൻ പറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നു ഞാൻ പറയട്ടെ. കണ്ണിമേക്കും നോടി നേരത്തിൽ എന്നും ഞാൻ വെയുല തീരത്തിൽ. കണ്ണിമേക്കും നോടി നേരത്തിൽ എത്തും ഞാൻ വെയുല തീരത്തിൽ. കണ്ടിടും, ഓ കണ്ടിടും, കണ്ടിടും, പ്രിയനെ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. ഓ കണ്ടിടും, കണ്ടിടും, പ്രിയനെ കണ്ടിടും. അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളമേ, പ്രത്യാശയും പ്രദീപമേ. യേശുവേ മണാളമേ, പ്രത്യാശയും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ
ദൂതർ വീണ വിട്ടും സംഘത്തിൽ പുണ്യത്തിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ വിടും സംഘത്തിൽ ആ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ഓ ഹല്ലേലൂയ ഓ നമസ്കാരമുണ്ട് രക്ഷകരത്തരമുണ്ട് കണ്ടിടും 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 പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ണന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ണന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ യേശുവേ മണാളനേ കണ്ടിടും 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 പ്രിയനെ കണ്ടിടും ഓ കണ്ടിടും 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 പ്രിയനെ കണ്ടിടും അങ്ങനെയല്ല സ്വന്തം കണ്ണന്റെ മുഖം കണ്ടിടും കണ്ടിടും പ്രിയനെ ഹൃദയങ്ങൾ കർത്തൃസന്നിധിയിൽ ഏകാഗ്രമാക്കാമോ? നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാത്രേ. പ്രിയരെ, നാം ഒരു അനുമാനത്തിന്റെ പിറകെ ഇറങ്ങിയവരല്ല. ആകാശത്തെ കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരുമല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം വരുവാനുള്ള നിത്യതയാണ്. ഇന്ന് രാത്രി എരുമേലി ദേശനിവാസികളെ, കുഴിമാടം കൊണ്ട്, കല്ലറ കൊണ്ട്, സെമിത്തേരി കൊണ്ട്, ഈ മണ്ണുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, മണ്ണിനപ്പുറത്ത്, ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. യേശുക്രിസ്തു മടങ്ങി വരുന്നു. യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ആ തുറക്കപ്പെട്ട കല്ലറ നമുക്ക് ഉറപ്പു തരുന്നു. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധർ ഉയർക്കും. ജീവനോടെ ഇരിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, കാലം നമ്മൾ വിചിന്തനം ചെയ്യുന്നില്ലേ? ഈ യുഗത്തിൻ്റെ സൂര്യൻ അവസാനിക്കുന്ന ചെമ്മാനമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ കാലത്തിന് കർട്ടൻ വീഴാൻ പോകുകയല്ലേ? ഇവിടെ കയറി വരുവീരുന്ന ശബ്ദവുമായി തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരികയല്ലേ? ഇന്ന് രാത്രി യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്കായി, കർത്താവിൻ്റെ വരവിനായി എന്നെ ഒരുക്കണമെന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് സ്തോത്രം ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? മാന്യ സുഹൃത്തെ, യേശു ക്രിസ്തു മടങ്ങി വരും. അതൊരു സത്യമാണ്. അത് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകും. യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ അല്ല, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് മരിച്ച് മണ്ണോട് ചേർന്നാൽ കാഹളനാദത്തെങ്കിൽ നല്ലൊരു ഉയർപ്പിൽ ഉയർത്തെഴുന്നേറ്റ് വരാൻ യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. എന്താ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു. യേശു ക്രിസ്തു മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും മാനവവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയാണ്. ഇന്ന് രാത്രി യേശുവേ, അങ്ങ് മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ, യേശുവേ അങ്ങ് ക്രൂശിൽ മരിച്ചു, അങ്ങ് കല്ലറയിൽ അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മരിക്കുകയും അടക്കപ്പെടുകയും അങ്ങ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഇന്ന് രാത്രി ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. അങ്ങനെയായാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടവരെ, വിശ്വാസ സ്നാനം ഒരു സത്യമാണ്. നിങ്ങളതിന് തയ്യാറാകണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം.
പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കണം. സുവിശേഷം കലർപ്പില്ലാതെ പറയേണ്ട സമയമാണിത്. കാരണം യേശു മടങ്ങി വരുന്നു. നിത്യതയ്ക്കായി, കർത്താവേ അങ്ങയുടെ വരവിനായി ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവർ അവലങ്കരം മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരമുയർത്തിയ മുകളിലേക്ക് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കൂ. കർത്താവിൻ്റെ രാത്രി നിങ്ങളെ കാണട്ടെ. ഈ കരമുയർത്തിയവരുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, ദൈവമേ, അങ്ങെത്രയോ ഉന്നതൻ, അങ്ങെത്രയോ മഹാദൈവം. ആ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലം മനുഷ്യവർഗത്തിനായി ഒരുക്കിയ പാപപരിഹാരത്തിനായി നന്ദി. യേശുവേ, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആ കല്ലറ ആരും അടയ്ക്കാതെ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി കല്ലറ തുറന്നത് 2024 വർഷമായി ഇന്നും ആരും അടയ്ക്കാതെ അത് തുറന്നു വച്ചിരിക്കുന്നത് യേശു മടങ്ങി വരുമെന്ന്, മരിച്ച വിശുദ്ധർ ഉയർക്കുമെന്ന്, ഞങ്ങൾക്കിതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് ചരിത്രമുള്ളിടത്തോളം കാലം തെളിവിനായി എൻ്റെ ദൈവം നിരത്തിയതാണെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും യെരുമേലി പട്ടണത്തിൽ ഇന്ന് രാത്രി മുഴങ്ങിയ ഉയർപ്പിന്റെ സുവിശേഷത്താൽ ഈ ദേശം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതിന്റെ റിസൾട്ട് ഞങ്ങൾ കാണും. നല്ലവരായ ബിസിനസ്സുകാരെ, ഡ്രൈവേഴ്സിനെ, മാന്യദേശ നിവാസികളെ, കർത്താവെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം.